ഒരു കോയിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യരിലും നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട്. എനിക്ക് ഇങ്ങനെയും ഉണ്ടല്ലേ, എനിക്ക് ഇങ്ങനെയും പെരുമാറാൻ പറ്റുമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇങ്ങനെ അല്ലാണ്ടും നല്ല രീതിയിലും അവരോട് പെരുമാറാമായിരുന്നു എന്ന് പിന്നീടും തോന്നിയിട്ടുണ്ട്. നമ്മളെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല എന്ന ചില സമയങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കാൻ ഒരുപാട് പേര്, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ആ സമയത്ത് നമ്മളെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യും. അത് ഞാൻ ഒരുപാട് നാളായില്ല, കുറച്ച് നാളായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാണ് ശരിക്കും പറഞ്ഞാൽ. സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കാണാം എല്ലാം വെള്ളത്തിലാണ്. ആദ്യം പുഴ കാണിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫ്ലഡ് ആവും. അപ്പോൾ പല രീതിയിലാണ് സിനിമ. അതിൻ്റെ ആ ഉള്ളൊഴുക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈറ്റിലിന് കറക്റ്റ് ആപ്റ്റായിട്ടാണ് പടം പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താ ഫുള്ള് വെള്ളത്തിലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റ് എങ്ങനെയായിരുന്നു? അപ്പോൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫുള്ള് വെള്ളത്തിലായിരിക്കുന്ന സമയത്ത്? നമ്മൾ കാണാം വീണ്ടും പുറത്ത് ഫുള്ള് വെള്ളം കിട്ടി എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വരുമ്പോഴും ഷൂട്ട് പുറത്ത്, ആ വർക്കിംഗ് എങ്ങനെയായിരുന്നു? പാടായിരുന്നു? പാടൊന്നുമല്ല, എന്താ പറയുക, വെള്ളം അത് ശരിക്കും വെള്ളം തന്നെ ആയിരുന്നു. മീൻസ് വെള്ളം നമ്മൾ മുട്ടാറിൻ്റെ സൈഡിലായിരുന്നു ഈ വീട്. ആറിൻ്റെ സൈഡിൽ തന്നെയാണ്, കരയിൽ തന്നെയാണ് വീട്. അപ്പോൾ ആറ്റിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ ഇങ്ങോട്ട് മോട്ടർ വെച്ച് അവർ ആർട്ടിഫിഷ്യലായിട്ട് അടിച്ച് ഫ്ലഡാക്കി. അത് ലെവലുണ്ടായിരുന്നു, 0 ലെവൽ, 1, 2, 3 അങ്ങനെ 3 ലെവൽസ് ആയിരുന്നു ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം 2 വർഷമായല്ലോ സംഭവം. അപ്പോൾ ഓരോ സീൻസിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ലെവൽ 0 അല്ലെങ്കിൽ ലെവൽ 1, ലെവൽ 2 അങ്ങനെയുള്ളത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ്, ഇങ്ങനെ ശരിക്കും ഫ്ലഡിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ വെള്ളത്തിൽ തന്നെയായിരുന്നു നടക്കുന്നത്, നമ്മൾ പാൻറ്റൊക്കെ നനഞ്ഞിട്ട് തന്നെയായിരുന്നു നടക്കുന്നത്. എന്ന് വെച്ചാൽ ആ കയറി വരുന്ന ആ സീനിന് ശരിക്കും വെള്ളം കയറിയിരിക്കുന്ന ലാസ്റ്റൊക്കെ ആയപ്പോൾ മഴ കൂടി, എന്താണ് പറയുക, വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറിയിട്ടുള്ള അവസ്ഥയിലാണ് ആ സീൻ നടക്കുന്നത്. അപ്പോൾ അത് നടന്നു വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതൊക്കെ നാച്ചുറലായിട്ട് തന്നെ, സിങ് സൗണ്ട് ആയതുകൊണ്ട് നാച്ചുറലായിട്ട് കേൾക്കുന്ന ശബ്ദം തന്നെയായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അതിൽ. ചേച്ചിക്ക് കുറച്ച് നടക്കാനും കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടായിട്ട് ചേച്ചിക്ക് അവർ സ്പെഷ്യൽ ബൂട്ട് വരെ ചെയ്യിപ്പിച്ചു. കാരണം ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നിന്ന് നമ്മൾ സീൻ കഴിയുമ്പോഴത്തേക്കും കട്ട് പറയുമ്പോൾ എല്ലാവരും ഏതെങ്കിലും ചെയറിൻ്റെ മുകളിൽ കാലും പൊക്കി കയറ്റിയിരിക്കുമായിരുന്നു നമ്മളൊക്കെ. അപ്പോൾ സ്മൃതി അഭിനയിച്ച പടങ്ങളായാലും, ഇപ്പോൾ മന്ദാകിനിയായാലും ഉള്ളൊഴുക്കായാലും വിവാഹാവഹനായാലും എല്ലാത്തിലും സ്ത്രീയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ അതോ അറിഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല, സ്മൃതി ചെയ്തിരിക്കുന്ന എല്ലാ റോളുകൾക്കും ഒരു ഡോമിനൻസി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ കഥാപാത്രത്തിനൊരു ഒരു ടോപ്പിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതപ്പോൾ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്തതാണോ അതോ അറിയാതെ അതങ്ങനെ ആയതാണോ? അങ്ങനെ തിരഞ്ഞെടുക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. എനിക്ക് എന്താ പറയുക, വളരെ കുറച്ച് വർക്ക്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ഓളം മലയാളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് ഈ ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക രജിസ്റ്റേർഡ് ആവുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ ഇപ്പോൾ അത് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്തെടുക്കുക അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ അമ്മ കഥാപാത്രങ്ങൾ നിരവധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ആക്ച്വലി അത്രയും പ്രായ ഒരാൾ ചെയ്യുന്ന ആ ഒരു ശരിക്കും റിയൽ ലൈഫിലുള്ളൊരു ഫീല് നമുക്ക് വരും. പക്ഷേ സ്മൃതിയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവില്ല, ഓക്കെ എനിക്ക് ഇന്നൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവില്ല. അത് എന്തായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്നത്? അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള. ശരിക്കും പറഞ്ഞാൽ തപസി പന്നു, അതുപോലെ തന്നെ നമ്മുടെ രാധിക ആപ്തെ, ലെന, ഇതുപോലത്തെ ഉള്ള ആർട്ടിസ്റ്റുകൾ ചെയ്തിരിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ചെയ്തിരിക്കുന്ന ചില മൂവീസും ചില ക്യാരക്ടേഴ്സും അതൊക്കെ കാണുമ്പോൾ ശരിക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മൂവി ചെയ്യുന്ന ആയിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജി ടച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന പോലെ ഇവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് കുറേ അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ ലാപത്ത ലേഡീസിലൊക്കെ എന്താ പറയുക, സ്ട്രോങ് വുമൻസിനെ മാത്രമല്ല കാണിച്ചിരിക്കുന്നത്. ഒരു സ്ട്രോങ് വുമനെ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിലും എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പറയുക, എന്തായിരുന്നു പറയുന്നത്, നമ്മുടെ വീക്ക്നെസ്സുകളിൽ പോലും എങ്ങനെയാണ് ആ ഒരു സ്ത്രീക്ക് നൈസായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് സ്ട്രോങ് ആവാൻ പറ്റുന്നത്
ചില കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ, അതായത് നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പോലും നമ്മൾ സ്നേഹിച്ചിട്ടാണെങ്കിലും ആ ഒരു കുഞ്ഞു നിമിഷങ്ങളിൽ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ, അവർ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിലും അതിൽ തന്നെ എത്ര സ്ട്രോങ് ആയിട്ടാണ് ആ ലേഡി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഒരു മൂവിയിൽ ത്രൂ ഔട്ട് നിൽക്കണം എന്നല്ല, കുഞ്ഞു ക്യാരക്ടർ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഉർവശി ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് അതെ, നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു സംഭവമായി പോവും. ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുള്ള ക്യാരക്ടർ ഏതെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ എണ്ണം. പക്ഷെ എനിക്ക് ചേച്ചിയുടെ ചെയ്തിട്ട് എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്നാണ് നമ്മുടെ തലയണ മന്ത്രത്തിലെ ക്യാരക്ടർ ചേച്ചിയുടെ. അത് ഭയങ്കര രസമായിട്ട്, എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ലേഡീനെ അല്ല കാണിക്കുന്നത്. പക്ഷേ കുശുമ്പും കുന്നായ്മയൊക്കെ ഉള്ള ഒരു സ്ത്രീയെ കാണിക്കുമ്പോൾ പോലും അവിടെ മെയിൻ ക്യാരക്ടർ വരുന്നത്, മെയിൻ ആർട്ടിസ്റ്റായിട്ട് അല്ലെങ്കിൽ ലീഡിങ് പ്രോട്ടഗോണിസ്റ്റായിട്ട് നിൽക്കുന്നത് പാർവതി എന്ന് പറഞ്ഞ ക്യാരക്ടർ, മീൻ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഇവിടെ ഉർവശി ചേച്ചിയുടെ ക്യാരക്ടറിനാണ് അവിടെ മീൻസ് എപ്പോഴും മേളിൽ നിൽക്കുന്നത് ആ ഒരു ക്യാരക്ടറാണ്. ചേച്ചി കാണിക്കുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ ആണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ടു പോവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തെറ്റുകളിലും ഉണ്ട് ശരിയെന്ന് നമുക്ക് ഫീൽ ചെയ്ത് പോകുന്ന രീതിയിലാണ് ചേച്ചി ആ ക്യാരക്ടറിനെ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കെപ്പോഴും ആ ക്യാരക്ടറിനെ കാണുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകളിൽ പോലും കഷ്ടമുണ്ട്, അവർക്കൊന്നും നന്നാവുമായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടും അവർ തെറ്റ് ചെയ്തിട്ട് പോലും അവരോട് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. ചില നമ്മൾ നെഗറ്റീവ്സ് കണ്ടാൽ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ക്യാരക്ടേഴ്സ്. അത്രയ്ക്ക് രസമായിട്ടാണ് ചേച്ചി ആ ഒരു എന്താണ് പറയുക, സ്ത്രീകൾക്കുണ്ടാവുന്ന നമ്മൾക്ക് ചില സമയത്ത് ചിലവരോട് തോന്നുന്ന കുശുമ്പും അവരോട് തോന്നുന്ന ചില ദേഷ്യങ്ങളും പരാതി പറയുമ്പോഴുള്ള ആ ചേച്ചിയുടെ ഫീലിങ്സും ആ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നതൊക്കെ അതെ കറക്റ്റ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ ഇപ്പോൾ നമുക്കൊക്കെ നമ്മൾ പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊക്കെ ഇതൊക്കെ തോന്നിയിട്ടുള്ളതും അത് ഭയങ്കര നൈസായിട്ട് ചേച്ചി കാണിക്കുകയും ചെയ്യും. കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസ് ചേച്ചി അറിഞ്ഞുകൊണ്ടിടുന്നതാണോ അറിയാതെ ഇടുന്നതാണോ എന്താ സംഭവം എന്നറിയില്ല, പക്ഷെ അത് ഭയങ്കര അത് രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതുപോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നും. പക്ഷെ നമ്മൾ എത്രമാത്രം അതിൻ്റെ ഒന്നും അടുത്തൊരിക്കലും നമുക്ക് എത്താനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ക്യാരക്ടേഴ്സിൽ ഒന്നാണ് എനിക്ക് ചേച്ചിയുടെ അത്. ഞാനൊരു സിനിഫിലിക്കാണ്. അപ്പം ഞാൻ പറയും കേരളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആരാന്ന് പറഞ്ഞാൽ ഞാൻ ഉർവശിയെ പറയും. പലരും പറയും പല ആൾക്കാരാണ്, പക്ഷെ എനിക്ക് ഉർവശി ചേച്ചി അത്ര പറ്റുന്ന ഒരാളെ ഞാൻ അല്ലേ. അതാണ് ഇപ്പൊ ജിത്തു ജോസഫ് ഈ ഇടയ്ക്ക് ലെവൽ ക്രൂസിന്റെ എന്ന് പറയുന്ന പ്രസ് മീറ്റ് ഉണ്ടായപ്പോൾ പറഞ്ഞു ഡാർക്ക് ഷെയ്ഡ് ചെയ്യുന്ന ഫീമെയിൽ ആക്ട്രസ് വളരെ കുറവാണ് കേരളത്തിൽ. അത് കിട്ടാനുമില്ല, ആർക്കും ചെയ്യാൻ താല്പര്യമില്ല. അതാണ് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യം. ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. എനിക്കങ്ങനെ എന്താണ് പറയുക, പോസിറ്റീവ് ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യണം എന്ന് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഒരിക്കലും ഇല്ല. ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലും എന്താണെങ്കിലും എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എവ്രിബഡി ഒരു കോയിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യരിലും നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട്, നന്മയും തിന്മയും ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് അതെ നമ്മളെല്ലാവരും എന്താണ് നന്നായിട്ട് പുറത്തെ കാണിക്കാനാണ് നമ്മളെല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മളാരും മോശമായിട്ട് പെരുമാറാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു മോശം സംഭവങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് തിരിച്ചറിവുണ്ടായത് എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ പെരുമാറുമ്പോഴാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഭയങ്കര പുറത്തൊക്കെ നല്ല പോളിഷ്ഡായിട്ട് നടന്നിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ തനി അമ്മയായി മാറുന്ന ചില നിമിഷങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ്, എനിക്ക് ഇങ്ങനെയും ഉണ്ടല്ലേ, എനിക്ക് ഇങ്ങനെയും പെരുമാറാൻ പറ്റുമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇങ്ങനെ അല്ലാണ്ടും നല്ല രീതിയിലും അവരോട് പെരുമാറാമായിരുന്നു എന്ന് പിന്നീടും തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സ് കാണിക്കുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു മടിയില്ല. ഏത് ക്യാരക്ടർ വന്നാലും ഞാൻ ചെയ്യും. ഉള്ളൊരു സിനിമ കാണുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം ഇപ്പോൾ ക്യാരക്ടേഴ്സ് ഒന്നും തമ്മിലൊരു ചർച്ച ഉണ്ടാവില്ല, അണ്ടർസ്റ്റാൻഡിങ് അല്ല. പക്ഷേ ഏറ്റവും അവസാനം വരുന്ന സമയത്ത് ഈ അണ്ടർസ്റ്റാൻഡിങ് ആവാത്ത എല്ലാ ക്യാരക്ടേഴ്സും പെട്ടെന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വരുന്നുണ്ട്. അത് വലിയൊരു മെസ്സേജാണ് അതിൻ്റെ അകത്ത്. അത് റിയൽ ലൈഫിലും പോസിബിൾ അല്ലേ അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ്? അപ്പം ചില
പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ പാരൻസിന് മനസ്സിലാവത്തില്ല. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്ന വേറെ ആരെങ്കിലും, നമുക്ക് സുഹൃത്തുക്കളാവാം, ടീച്ചേഴ്സാവാം, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേമാതിരി ലൈഫിൽ ഹാർഡസ്റ്റ് സിറ്റുവേഷനിൽ മനസ്സിലാക്കിയ വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? അത് ഭയങ്കര വലിയ പോയിൻ്റാണ് കേട്ടോ. ശരിക്കും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ. അത് കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് താല്പര്യമുള്ള ഒരു കാര്യത്തിലേക്ക് അഞ്ജു വന്നതുകൊണ്ടാവാം എല്ലാവരും സിങ്കായി അതിലേക്ക് ഫോളോ ചെയ്തത്. രാജീവ് മാത്രം എനിക്ക് തോന്നുന്നു മാറി നിൽക്കേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ. അതിൽ എനിക്ക് ഭയങ്കര സങ്കടവും തോന്നി ആ ഒരു ക്യാരക്ടറിനോട്. ശരിയാണ്, ആൾ പറഞ്ഞത് ഒരു ആപ്റ്റായിട്ടുള്ള കാര്യമല്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവളോട് പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അവൻ്റെ മുകളിലും ഉണ്ട് ഒരുപാട് പ്രഷേഴ്സ്. അവൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വേറൊരു എക്സാക്ട്ലി ആരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാലും അവരുടേതായ ശരികളുണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാസ്റ്റ് അവൾ ചെയ്യണത്. ആക്ച്വലി അമ്മയുടെ കൂടെ പോവുക എന്ന് പറഞ്ഞൊരു സംഭവം അത് തന്നെയാണ് അവളുടെ പേരൻസ് ആഗ്രഹിച്ചത്. അത് തന്നെയാണ് ഷേബയെ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ലീലാമ്മയെ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അവൾ ചെയ്യുന്നതും. അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് തോന്നുന്നു. അത് കൊണ്ടാണ് അവൾ ആ ഒരു എന്താണ് പറയുക ചോയ്സ് എടുത്തത്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ആസ് സ്മൃതി ഐ വുഡ് നെവർ ടേക്ക് ദാറ്റ് ഡിസിഷൻ. ഞാൻ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാം, മീൻസ് പേരൻസ് മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കിയില്ല, രാജീവ് മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കിയില്ല, ലീലാമ്മ അവളോട് ചെയ്തത് കറക്റ്റായിട്ട് അവൾക്ക് ഫീൽ ചെയ്തിട്ടില്ല, മീൻസ് അവളെ ചതിച്ചതായിട്ട് ചീറ്റ് ചെയ്തതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തിരിച്ച് അങ്ങോട്ട് പോകുന്നതിന് പകരം ഐ വുഡ് ഓൾവേസ് ചൂസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ശരിയായിരിക്കാം, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഇപ്പോൾ നോർമലി ഇപ്പോൾ കേൾക്കുന്നവരാണെങ്കിലും ചിന്തിക്കുക എന്താണ് പറയുക, വെറുതെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഫിനാൻഷ്യലി നമുക്കൊരു സപ്പോർട്ട് വേണ്ടേ? നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടും എവിടെ നിന്നാണെങ്കിലും സപ്പോർട്ട്. ഇപ്പോൾ അവൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവളുടെ പേരൻസ് ആണെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ മനസ്സിലാക്കേണ്ട സമയത്ത് നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യണത് ശരിയാണെന്ന് ഉള്ള ഇതിൽ ഉറച്ചു നിന്ന് നമ്മളതിൽ മുന്നോട്ട് പോകുമ്പോൾ നാച്ചുറലി വരേണ്ട സപ്പോർട്ട്സ് നമുക്ക് വന്നിരിക്കും. അത് ലൈഫിലാണെങ്കിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റാണത്. നമ്മളെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല എന്ന് ചില സമയങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കാൻ ഒരുപാട് പേര്, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ആ സമയത്ത് നമ്മളെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അത് ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ്, ആരെങ്കിലും ഉണ്ടാവും. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലെ തന്നെ പോയി. ഇപ്പോൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യും. അത് ഞാൻ ഒരുപാട് നാളായില്ല, കുറച്ച് നാളായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാണ് ശരിക്കും പറഞ്ഞാൽ. ട്രാവലിംഗ് ഇറ്റ് സെൽഫ് ഭയങ്കര വലിയൊരു റിലീഫാണ്. സ്ട്രെസ് എന്താണ് പറയുക ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഭയങ്കര റിലീഫ് തരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ട്രാവലിംഗ്. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള ചിലപ്പോൾ മണ്ടത്തരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, നമുക്ക് ചിന്തിക്കാൻ കൂടുതൽ കിട്ടുന്ന അവസരമാണെന്ന് തോന്നുന്നു എനിക്ക് ട്രാവലിംഗ്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇൻഡിപെൻഡൻ്റ് ആവാണ്ട് ഞാൻ മറ്റുള്ളവരെ എന്താണ് പറയുക ഓരോ കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ചില സമയങ്ങളിലെങ്കിലും ഞാൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ ഈ ഭൂമിയിലുള്ളവരെല്ലാവരും ആക്ച്വലി നമ്മൾ ഈ പറയണ പോലെ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓൾ ലിവിങ് ബീങ്സ് ആർ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമുക്ക് ആ ഒരു എന്താണ് ബ്രദർലിഹുഡ് അല്ലെങ്കിൽ ഒരു മദർലിഹുഡ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുക ലിവിങ് ബീങ് ഹുഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ കൂടെ ബസ്സിൻ്റെ നമ്മളുടെ തൊട്ടപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് നാച്ചുറലായിട്ട് ആ ഒരു ഫീലിംഗ് വരും. ഒരാൾക്ക് ഒരു ഹെൽപ്പ് വേണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണം. എല്ലാവരും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നവരല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യരാണ് എനിക്ക് തോന്നുന്നു 90% ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് 10% എപ്പോഴെങ്കിലും സാഹചര്യം കൊണ്ട് എന്തെങ്കിലും എന്താണ് പറയുക അബദ്ധങ്ങളിലേക്ക് പോയി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഹെൽപ്പ് കിട്ടും നാച്ചുറലായിട്ട്. അത് വരും, അത് ഉള്ളതാണത്. ഹ്യൂമൻ ബീങ്സിൻ്റെ ഉള്ളിലുള്ള ഒരു നന്മയാണത്. മനസ്സിലായി.
എന്താണ് ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയുണ്ട്? അങ്ങനെ ഒരു ഫ്യൂച്ചർ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഫ്യൂച്ചർ പ്രോജക്റ്റ് ഒന്നും ഇല്ല. വന്നാൽ കൊള്ളാം, നല്ല നല്ല പ്രോജക്ട്സ് വരണം, അതാണ് ആഗ്രഹം. വെബ് സീരീസ് ഒരെണ്ണം ചെയ്യുന്നുണ്ട്, അതൊരു സ്ലോ പ്രോസസ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഒരു പൈലറ്റ് എപ്പിസോഡ് അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ഡയറക്ടർ, ആൾ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നതാണ്, അസിസ്റ്റ് ചെയ്തിട്ട് കുറേ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിപ്പോൾ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഒരു അപസർപ്പക കഥ എന്ന് പറഞ്ഞിട്ട് അരുൺ എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുക ഡയറക്ടറിൻ്റെ ആളുടെ ഇൻഡിപെൻഡൻറ്റ് വർക്കാണത്. അത് ചെയ്ത് കഴിഞ്ഞ വർക്കാണ്. അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഉടനെ വരാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ പല്ലോട്ടി 90s കിഡ്സ് എന്ന് പറഞ്ഞ മൂവി, അതും ചെയ്ത് കഴിഞ്ഞാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള അവാർഡൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ അതും ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അല്ലാതെ ഇങ്ങനെ പുതിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ ഏറ്റെടുത്ത് പുതിയതായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആസ് ഓഫ് നൗ. വരാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നു നല്ല പ്രോജക്ട്സ്. ഉള്ളൊഴുക്ക് എനിക്ക് തോന്നുന്നു എൻ്റെയും ഇത് ഉള്ളൊഴുക്കിൻ്റെ ബേസിസിൽ വർക്കുകൾ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ആഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ ഇത്തിരി കൂടുതലാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അത്യാഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നല്ല വർക്ക് വരട്ടെ എന്നുള്ളത്. എന്തായാലും നല്ല വർക്കുകളൊക്കെ ഇനി കിട്ടും, വലിയ പ്രൊജക്റ്റുകളൊക്കെ ഭാഗമാകുമ്പോൾ കഴിയട്ടെ, കേരളത്തിൻ്റെ തന്നെ ഒരു മുഖച്ഛായയായി മാറട്ടെ സ്മൃതി. എന്തായാലും നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ശരി, ബൈ. താങ്ക് യു.